ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഏറെ സങ്കടപ്പെടുന്നതും അതേപോലെ തന്നെ സന്തോഷം നിറയുന്നതുമായൊരു വാർത്തയായിരുന്നു അലിൻ ഷെറിൻ്റെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ആ 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കരൾ മാറ്റ ശസ്ത്രക്രിയ അത് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് ഒരു 6 വയസ്സുകാരനാണ് അത് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അവയവദാനം. എൻ്റെ ബന്ധുക്കൾ പറഞ്ഞത് അവരുടെ കുഞ്ഞ് മരിച്ചു പോയാലും ആ ഒരു കുഞ്ഞ് ഒരു 5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകുകയാണ് ചെയ്തത്. അതായത് കിംസ് ആശുപത്രിയിലും കരൾ മാറ്റ ശസ്ത്രക്രിയ നടക്കുമ്പോഴും അലിൻ ഷെറിൻ്റെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും ഇവർക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം ഒരു കുഞ്ഞ് മരിച്ചാലും ആ കുഞ്ഞിൻ്റെ അവയവങ്ങളിൽ ആ കുഞ്ഞ് മറ്റുള്ള ആൾക്കാരുടെ അവയവങ്ങളിലൂടെ ജീവിക്കുകയാണ് എന്നുള്ളതാണ് മെയിൻലി പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഒരുപോലെ സന്തോഷവും ഒരുപോലെ സങ്കടവും നിറഞ്ഞ ഒരു വാർത്തയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുഞ്ഞിനെ നഷ്ടമായി. അവർക്ക് വേണമെങ്കിൽ ഓക്കെ, കുഞ്ഞിനെ നഷ്ടമായി, ഇനിയിപ്പം ഒന്നും ആ കുഞ്ഞിനെ മുറിച്ച് കീറണ്ട, കൊടുക്കണ്ട എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അവർ വിചാരിച്ചു മറ്റുള്ള കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ, ഈ അലിൻ ഷെറിൻ്റെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റിൽ കൂടെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ അവയവങ്ങൾ ഇങ്ങനെ ദാനം ചെയ്തത്. അല്ലാതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. അപ്പം മറ്റുള്ള കുട്ടികൾ, ഒരു 6 വയസ്സുള്ള കുട്ടിക്കാണ് കരൾ മാറ്റ ശസ്ത്രക്രിയ നടന്നത് കിംസിൽ. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണെങ്കിൽ വൃക്ക ആണ് കൊടുത്തത്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരു കുഞ്ഞ് മരിച്ചപ്പോൾ ഒരു 5 കുഞ്ഞിന് പുതുജീവൻ നൽകിയതുപോലെയാണ്. എത്രയോ പാവപ്പെട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും, എത്രയോ സങ്കടങ്ങൾ നിറഞ്ഞായിരിക്കും അവരുടെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ആശ്വാസകരമാണ് ഈ അലിൻ ഷെറിൻ. അലിൻ ഷെറിൻ്റെ അത്ര അംഗീകാരത്തോടെയാണ് ഇപ്പോൾ അലിൻ ഷെറിൻ്റെ സംസ്കാരങ്ങൾ നടക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവർ നല്ല ഹെൽത്തി ആയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും ഏറ്റവും സങ്കടകരമായ ഒരു നിമിഷമായിരുന്നു ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. എനിവേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.